ഞാൻ 79 മുതൽ 2015 വരെ ഇവിടെ ഉണ്ടായിരുന്നു, അധ്യാപകനായിട്ടുണ്ടായിരുന്നു. പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തു. അതെ അതെ ഇവിടെ ഉണ്ട്. അല്ല, വെറ്റിനറി ആവുന്നതിന് മുന്നേ റിട്ടയർ ചെയ്തിട്ടില്ല. ഞാൻ 2011 യൂണിവേഴ്സിറ്റി ആയല്ലോ. 2015 ഞാൻ നാഗാലാൻഡിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. ഇല്ലില്ല, ഞാനിപ്പോൾ ഇത് സർക്കാരിൻ്റെ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അതിന് നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഗവർണർ ഓഫീസിന് അതൊരു 2 മണിക്ക്. പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എടുക്കാമെന്ന് പറഞ്ഞു. 2:30 ഓർഡർ വന്നു. തീരുമാനിച്ചിട്ടില്ല, ഞാനത് ഇവിടെ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ. വയനാട്ടിൽ നാളെ ഞായറാഴ്ചയാണല്ലോ, നാളെ ഓഫീസൊന്നും വർക്ക് ചെയ്യില്ല. അല്ല, ക്രൈസിസ് ഒന്നുമില്ല. ഇതൊക്കെ സാധാരണ ഇതിൽ. ഞാനിവിടെ ഡീനായിരുന്നു, ഇതിന് മുന്നേ ഇവിടെ പിഗ് ഫാമിലെ പ്രൊഫസറായിരുന്നു, തിരുവഴങ്ങുന്ന ലൈഫ് സ്റ്റോക്ക് അതിൻ്റെ സ്റ്റേഷൻ കെട്ടായിരുന്നു. അപ്പോൾ ക്രൈസിസ് ഒന്നുമില്ല, അതെല്ലാം പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നതാണ്. മാധ്യമങ്ങളെല്ലാം വരുമല്ലോ, എല്ലാം വരുമല്ലോ. അതെനിക്കൊന്നും അറിയില്ല, അന്വേഷിക്കണം. ഡീനായിരുന്നു. അതൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇപ്പം മന്ത്രി ഇത് നടന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഡീനെ മാറ്റി നിർത്തിയിട്ടുണ്ടോയെന്ന് അറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ ചെന്ന് തിങ്കളാഴ്ച ചെന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ, എന്തെങ്കിലും ചെയ്യാനും പറ്റുള്ളൂ. അത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അത് നടപ്പാക്കും. നീതി നടപ്പാക്കാൻ തന്നെ നമ്മുടെ എല്ലാ ശ്രമങ്ങളും ഉണ്ടാകും. അതായിരിക്കും, സംശയമില്ല. അതൊന്നും എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കാര്യം ഞാനൊന്നും അറിഞ്ഞിട്ട് തന്നെയില്ല. എനിക്ക് ഈ ഹിസ്റ്ററി തന്നെ അറിയില്ല. കാര്യം എൻ്റെ വീട്ടിലിപ്പോൾ TV പോലും ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അവിടേക്ക് TV ഞാനിന്ന് ഈ വാർത്തകളൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. ഞാൻ മറ്റേ ഗവർണർ ഓഫീസിൽ നിന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെയൊക്കെ സംഭവിച്ചു.